DG Freshmatic Liquid Detergent ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DG Your One Cup Magic. എനിക്ക് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കാനുണ്ട്. അവർ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ MG ശ്രീകുമാർ സാറിനെയും ശരത് സാറിനെയൊക്കെ വല്ലാതെ എനിക്ക് അവരെ വിമർശിക്കാൻ ഒക്കത്തില്ല. അപ്പൊ ഇത് അവരൊക്കെ അറിഞ്ഞു കാണുമോ എന്തോ എനിക്കറിയില്ല. പക്ഷെ അവരറിഞ്ഞാലും അതിന് ഏത് തരത്തിലെടുക്കുമെന്ന് എനിക്ക് പക്ഷെ ഞാൻ വിമർശിച്ചിട്ട് ഒരിക്കലും എനിക്ക് കാഴ്ച വേണ്ട എന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. അതിന് കാരണമുണ്ട്. കാഴ്ച വേണ്ട. പിന്നെ പലരും കാഴ്ചയില്ലാത്തവർ പറയുന്നൊരു വാക്കുണ്ട്, ഞങ്ങൾക്ക് സഹതാപം വേണ്ട, പരിഗണന വേണം. പക്ഷെ ഞാൻ പറയുന്ന അങ്ങനല്ല, സഹതാപവും പരിഗണനയും വേണം. ശരത് സാർ MG സാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇച്ചിരി ഹരാസ് ചെയ്തൊക്കെ സംസാരിക്കും. അത് ബാബുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഹരാസ് ചെയ്യുന്ന സമയത്ത് ബാബുവിനെ ജനം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കപ്പെടും. അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമാണ്. അദ്ദേഹം സ്റ്റാർ സിംഗറിൽ പോയി രക്ഷപ്പെട്ടില്ല, അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ. പക്ഷെ അതൊന്നും അല്ല. എവിടെ ചെന്ന് കഴിഞ്ഞാലും ജനം എന്നെ തിരിച്ചറിയുന്നു. അതൊരു വലിയൊരു അനുഗ്രഹമാണ്. എന്റെ ജീവിതത്തില് ഒരു സമയത്ത് ഞാൻ പറഞ്ഞൊരു വാക്കാണ്, ശപിക്കപ്പെട്ട ജന്മമായിരുന്നു എന്റേത്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ജന്മങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ. സിനിമ കേൾക്കാറുണ്ടോ? ഉണ്ട്. നടീനടന്മാരിൽ സൂപ്പർ മെഗാസ്റ്റാർ വെച്ച് മമ്മൂക്കയാണ്. മമ്മൂക്ക എന്ന് പറയുമ്പോൾ ഒരു നല്ല ഗ്ലാമർ ആണ്. എന്റെ മനസ്സിൽ ഒരു 30-35 വയസ്സാണ്. നമുക്ക് എല്ലാവർക്കും ആളെ കാണുന്നു. ദേവി ആരാഗമേകാൻ കന്യാവനിയിൽ സുഖതം കളഗാനം പകരാനണയു ഗന്ധർവ വീണയാകൂ നീ ദേവി. 2010 സ്റ്റാർ സിംഗറില് ഈ ഒരു ഗാനം പാടി ആദ്യം ഞെട്ടിപ്പിച്ചതാണ് നമ്മളെല്ലാവരെയും. നമ്മള് ഐഡിയ സ്റ്റാർ സിംഗർ ഉണ്ടായിരുന്നപ്പോ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് കണ്ടായിരുന്നു. ചേട്ടൻ സ്വയം ഉണ്ടാക്കിയ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ആണ്. അത് കയ്യിലുണ്ടോ? ഉണ്ട്. ഒരുപാട് മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ചെറിയ തലത്തിലേക്കേണ്ടി ഉണ്ട്. അതൊക്കെ പലതും വന്നതാണ്. എങ്കിലും ഇതാണ് അതിന്റെ, ഇത് മിനി റിതം പാഡ് എന്നാണ് ഇതിന്റെ പേര്. ഇത് ഞാൻ ഈ ചർവണ ചെർവിതം അല്ലെങ്കിൽ ആവർത്തന വിരസത എന്ന് പറയുമ്പോൾ പോലും ഇതിന്റെ ഞാൻ കുറെ ഈ റിതം ഇൻസ്ട്രുമെന്റിന്റെ ശബ്ദം ഞാൻ ഇതിൽ സ്റ്റാർ സിംഗറിലൂടെ കേൾപ്പിച്ചിരുന്നു. അതിപ്പോ കണ്ട ഇതാണ് അതിന്റെ. അപ്പൊ ഞാന് ഓച്ചറൊക്കെ നേരത്തേക്ക് ഇപ്പൊ കരയൊക്കെ ഇട്ടാ പാടുന്നു. മറ്റേ നേരത്തേക്ക് ഓച്ചറ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴൊക്കെ എന്നിട്ട് കരയ്ക്ക് നമ്മള് അമ്പലമില്ലാതെ ആൽത്തറയിൽ വാഴും ഓംകാരമൂർത്തിയോ ചിറയിൽ പരബ്രഹ്മമൂർത്തിയോ ചിറയിൽ. എനിക്കൊരിക്കലും മറക്കാനൊക്കാത്ത എന്റെ ജീവിതത്തിൽ ഏറ്റവും സ്വാധീനിച്ച ഒരു ഗാനമാണ് പരബ്രഹ്മ മൂർത്തിയെ കുറിച്ചുള്ള ഗാനം. നമുക്ക് എല്ലാവർക്കും ബാബു ചേട്ടനെ അറിയാം. ഐഡിയ സ്റ്റാർ സിംഗറിലൂടെയാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്, അല്ല ചേട്ടാ? അപ്പൊ ആ ഒരു സ്റ്റേജ് വേദിയിലേക്ക് എത്തിയതും അതിനെ കുറിച്ച്. ഐഡിയ സ്റ്റാർ സിംഗറിൽ ഞാൻ എത്തിയെന്ന് പറയുമ്പോൾ എൻ്റെ 2 സുഹൃത്തുക്കൾ കറ്റാണത്തുള്ള ഒരു ഉണ്ണിയും ഷിബു എന്ന് പറയുന്ന 2 പേരാണ് എന്നെ അതിലേക്ക് എത്തിച്ചത്. ഞാനിങ്ങനെ ആദ്യകാലത്തൊക്കെ ചെറിയ രീതി പ്രോഗ്രാമിനൊക്കെ പോകും എങ്കിൽ പോലും കൂടുതലും പെട്ടെന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് സിംഗറിൽ നിന്നും സ്റ്റാർ സിംഗറായ ഒരവസ്ഥയിലേക്കാണ് ഞാൻ എത്തിച്ചേർന്നത്. എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ ഈ ബസ്സുകളിൽ, പ്രൈവറ്റ് ബസ്സിലും പിന്നെ തെരുവീഥികളിലും ഒക്കെ പാടുമായിരുന്നു. കായംകുളം, മാവേലിക്കര, ഓച്ചിറ, കരുനാഗപ്പള്ളി, ഹരിപ്പാട് തുടങ്ങിയിട്ടുള്ള. പക്ഷേ അതിനുശേഷം അന്ന് കൊച്ചു കൊച്ചു ഭജൻസിനും കച്ചേരികൾക്കൊക്കെ പോകുമായിരുന്നു. എങ്കിൽ പോലും സ്റ്റാർ സിംഗറിൽ വന്നതോടുകൂടിയാണ് അപ്പോൾ എൻ്റെ ഒരു ജീവിതത്തിന് ഒരു മാറ്റം സംഭവിച്ചത്. പുതിയൊരു വഴിത്തെരിവ്, ഒരു വഴിപാത തെളിഞ്ഞു കിട്ടിയത് അങ്ങനെയാണ്. ആരൊക്കെ ആ സ്റ്റാർ സിംഗറിന് നമുക്ക് ഹെൽപ്പായ, സഹായം ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എങ്ങനത്തെ ഒരു സഹായം ഉണ്ടായി? ഇത് ഞാൻ പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ ഒരു ക്ഷമ ചോദിക്കാനുണ്ട്. മറ്റ് ചില ചാനലുകൾ ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ട് ഇവര് എൻ്റെ അഭിമുഖം കൂടാതെ ഞാൻ പറഞ്ഞ വാക്കിനെ വളരെ വികൃതമാക്കി വളച്ചൊടിച്ച് ചില പത്രക്കാർ ചെയ്യുന്നതുപോലെ അവർ ചാനലിന് റേറ്റിംഗ് കൂട്ടാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ എഴുതി വിട്ടു. എന്നിട്ട് ഞാനത് പറഞ്ഞ് ഞാൻ MG ശ്രീകുമാർ സാറിനെയും ശരത് സാറിനെയൊക്കെ വല്ലാതെ വിമർശിച്ച് സംസാരിച്ചു. അവരാരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല, ഞാൻ വളരെ ഇതാണ് എന്നൊക്കെ ഞാൻ പറയാത്ത എനിക്ക് ഒരുപാടില്ല. ഫേസ്ബുക്കിൽ പൊങ്കാല ഇടുന്നത് പോലെ എനിക്ക് രാത്രി ഉറങ്ങാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു
ഫോൺ കോൾസും അത് തന്നെയല്ല, എൻ്റെ കുറേ ആത്മസുഹൃത്തുക്കൾ, പേര് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ആത്മമിത്രങ്ങളായിട്ടുള്ള കുറച്ച് പേര് എന്നെ വല്ലാതെ ശാസിക്കുകയും ചെയ്തു. കാര്യം പറഞ്ഞാൽ അവരിതിന്റെ സത്യാവസ്ഥ അറിയുന്നില്ല. എന്നിട്ട് ഞാൻ അവരോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം മാത്രമാണ്, ആ വീഡിയോസ് നിങ്ങൾ ആ ശബ്ദം ഞാൻ പറഞ്ഞ വോയിസ് തന്നെ ഒന്ന് കേൾപ്പിക്കൂ. അന്നേരം അവർക്ക് അങ്ങനെ ഒരു പ്രൂഫില്ല, ഇവരെഴുതിയത് മാത്രം. പക്ഷേ ഈ പെട്ടെന്ന് ഒരു വ്യക്തി ചിന്തിക്കുന്നതോ അല്ല ഒരു സംഭവം നമ്മുടെ മനസ്സിലെത്തിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു പത്രവാർത്തയാണെങ്കിൽ പോലും ബാബു അങ്ങനെ പറഞ്ഞു എന്നേ പറയുള്ളൂ. പക്ഷേ ഞാൻ പറയുന്ന യഥാർത്ഥത്തിൽ എന്താണെന്ന് ഈ കേൾക്കുന്ന വ്യക്തി, അപ്പം എന്നെ അവരിങ്ങനെ എന്നെ ആരും ഒന്നും സഹായിച്ചില്ല എന്നെ അങ്ങനെ, അപ്പം അതിനെപ്പറ്റി ഈയിടെ ഒത്തിരി ഫേസ്ബുക്കിലൊക്കെ ചെയ്തു തരാം, കണ്ണ് വെച്ച് തരാമെന്ന് പറഞ്ഞു, അത് വലിയ സഹായമല്ലേ പിന്നെ എന്നൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ആരെയും എനിക്ക് അവരെ വിമർശിക്കാൻ ഒക്കത്തില്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നല്ലോ ഐഡിയ സ്റ്റാർ സിംഗർ. അപ്പം എന്നെ ഹൈലൈറ്റ് ചെയ്ത് ശരത് സാറും എം ജി ശ്രീകുമാർ സാറും എൻ്റെ എല്ലാ കഴിവുകളും എനിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം എടുത്ത് പുറത്തെടുത്ത് അവരെന്നെ ഹൈലൈറ്റ് ചെയ്ത് തന്നെ ഇത് ചെയ്യാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. പിന്നെ അവിടെ ഞാൻ പറയുന്ന ഇത് മാത്രമാണ്, അന്നാണെങ്കിലും ഇന്നാണെങ്കിലും ഫോൺ കോൾസ് ഞങ്ങൾ ചെയ്യാറില്ല. അത് അവര് മാത്രമല്ല, കണ്ടസ്റ്റൻസുമായിട്ടും എനിക്ക് അങ്ങനെ ഒരു ഫോൺ കോൾസ് ഇല്ല. കാര്യം ഇല്ല, കാര്യം ഞാൻ നമ്പർ അന്വേഷിച്ച് വിളിക്കാറില്ല, എന്നെയും വിളിക്കാറില്ല. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓരോരുത്തരും ഓരോ തിരക്കിന്റെ ഒരു ഘട്ടമാണ്. അത് ആരുടെ ഒരു കുറ്റമായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഒരിക്കൽ ഞാൻ ചോദിച്ച്, അപ്പൊ എന്നോട് ചോദിച്ച് ഞാൻ പറഞ്ഞു അവരെന്നെയും വിളിക്കാറില്ല, ഞാൻ അവരെയും വിളിക്കാറില്ല. അത് വേറൊരു അർത്ഥത്തിൽ എന്നെ അങ്ങ് ഒരുപാട് ഇത് ചെയ്തു. ഞാൻ അവരെ വിമർശിച്ചെന്ന് പറഞ്ഞ് ഒരുപാട്, ഇനിയിപ്പോൾ ഇത് അവരൊക്കെ അറിഞ്ഞു കാണുമോ എന്തോ എനിക്കറിയില്ല. പക്ഷെ അവരറിഞ്ഞാലും അതിന് ഏത് തരത്തിലെടുക്കുമെന്ന് എനിക്ക്, പക്ഷെ ഞാൻ വിമർശിച്ചിട്ടില്ല ഒരിക്കലും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇനി ലോകം അറിയപ്പെടാൻ കാരണം ഈ ഐഡിയ സ്റ്റാർ സിംഗർ മുഖാന്തരമല്ലയോ. ഇപ്പോ നമ്മള് ആ ഒരു ടൈമിൽ നമ്മൾ ബാക്ക് ടു ഐഡിയ സ്റ്റാർ സിംഗർ ആ ഒരു കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ബാബു ചേട്ടനെ സപ്പോർട്ട് ചെയ്ത ഒരു വിധികർത്താവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് അങ്ങനെ പറയുമ്പോൾ എനിക്ക് എം ജി ശ്രീകുമാർ സാറാണെന്ന് പറയേണ്ടി വരും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും എന്നോട് നല്ല ഇതാണ്. പക്ഷേ അവര് പിന്നെ ഒരു കാര്യം എന്നോട് പറയും, കാര്യം അത് വെളിയിലിറങ്ങുമ്പോൾ ഞങ്ങൾ ഇച്ചിരി ഹരാസ് ചെയ്തൊക്കെ സംസാരിക്കും. അത് ബാബുവിനോടുള്ള രണ്ടുപേരും അവർ എല്ലാവരും, ശരത് സാറും എം ജി സാറും പറഞ്ഞിട്ടുണ്ട്, അത് ബാബുവിനോടുള്ള ദേഷ്യം കൊണ്ടല്ല. ഇപ്പം ബാബുവിന് ഞങ്ങളുടെ ഈ ഷോയുടെ ഒരു ഭാഗമാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ ഹരാസ് ചെയ്യുന്ന സമയത്ത് ബാബുവിനെ ജനം കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കപ്പെടും. അത് അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമായിരുന്നു. അതെനിക്കൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു. കാര്യം എൻ്റെ തെറ്റുകൾ പറയാമെന്ന് മാത്രമല്ല, എന്നെ ഇച്ചിരി കുറച്ച് ഈ 10 പേര് കാണുകയൊന്ന് ശാസിക്കുമ്പോൾ ആ ജനങ്ങൾക്ക് എന്നോടുള്ള ഒരു ഇംപ്രസീവ് ഒരു അനുകമ്പ തോന്നുകയാണ്, ഒരു സിമ്പതി, അത് എമ്പതി ആയിട്ട് മാറും. ആക്ച്വലി ഇപ്പം ചേട്ടൻ ഏതുവരെ പഠിച്ചു? ഇല്ല, സ്കൂൾ വിദ്യാഭ്യാസം ഒന്നുമില്ല, സ്കൂളിൽ പോയിട്ടല്ലേ. പിന്നെ ഞാൻ ആര് ചോദിച്ചപ്പോൾ ഐ ഹാവ് നോട്ട് എഡ്യൂക്കേഷൻ ബട്ട് എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ. പിന്നെയും പറയും, തമാശയ്ക്ക് പറയാറുണ്ട്, ഐ എം BA പൊളിറ്റിക്സ് ആണെന്ന് പറയും. അപ്പം BA പൊളിച്ചെടുക്കി. അപ്പം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഇവിടെ വന്ന് നോക്കുമ്പോഴും എന്തൊക്കെ മാറ്റങ്ങളാണ് ബാബു ചേട്ടന്റെ ലൈഫിൽ? മറ്റ് കുഴപ്പങ്ങളൊന്നും എൻ്റെ ജീവിതത്തിലില്ല. അദ്ദേഹം സ്റ്റാർ സിംഗറിൽ പോയി രക്ഷപ്പെട്ടില്ല, അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ. പക്ഷെ അതൊന്നും അല്ല, എനിക്ക് എൻ്റെ ജീവിതത്തിൽ രക്ഷപ്പെടുക എന്നുള്ളതല്ല ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. അതിൻ്റെ പേരിലാണ് എനിക്ക് മറ്റ് പ്രോഗ്രാംസ് എല്ലാം കിട്ടുന്നത്. ഇപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗർ കായംകുളം ബാബു എന്ന ലേബലിലാണ് എനിക്ക് പ്രോഗ്രാംസ് എല്ലാം കിട്ടുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും ജനം എന്നെ തിരിച്ചറിയുന്നു, അതൊരു വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അധികം ഞാൻ കൂടുതലും ഈ ഗാനമേളകൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല. അതായത് ഞാൻ നേരത്തെ മുതൽ തന്നെ ഒരു സത്യസായി ഭഗവാന്റെ ഒരു ഭക്തനാണ് പുട്ടപ്പർത്തിയിൽ. അപ്പോൾ അത് എനിക്ക് വേണ്ടുന്നതായിട്ടുള്ള, ഞാൻ സത്യസായി സമിതിയിൽ എൻ്റെ ഗുരുനാഥൻ മുഖാന്തരമാണ്, മാവേലിക്കര ഗോപിനാഥ് സാറ് മുഖാന്തരമാണ് എത്തിച്ചേർന്നതും. അപ്പോഴവിടെ എനിക്ക് വേണ്ടുന്ന സത്യസായി പ്രസ്ഥാനത്തിൻ്റെ നമ്മുടെ സായി ഡിവോട്ടീസ് ആയിട്ടുള്ള പലരും, പ്രത്യേകിച്ചും എനിക്ക് എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടുള്ള ഒരു മാന്യ വ്യക്തിത്വമാണ് ഡോക്ടർ ദയാൽ സാർ എന്ന് പറഞ്ഞ മാവേലിക്കര അശ്വിനി ആയുർവേദ ക്ലിനിക് കല്ലിമല. അപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബവും എനിക്ക് വേണ്ടി ഒരുപാട് എനിക്ക് വീട് വെക്കുന്നതിനായിരുന്നാലും അതല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങൾക്കും എന്നെ പല വേദികൾ കൊണ്ടുപോകുന്നതിനും എനിക്ക് ആദ്യം തന്നെ സ്റ്റാർ സിംഗറിലൊക്കെ വരുന്നതിന് മുമ്പ് സംഗീത കലാഭാരതി എന്ന് പറഞ്ഞൊരു ബഹുമതി നേടിത്തരുവാൻ മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് 2002 ഒരു കച്ചേരി നടത്തുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും സാന്നിധ്യം വഹിച്ചതും അദ്ദേഹത്തിൻ്റെ ആ ഒരു കെയർ ഓഫിലാണ് എനിക്ക് അങ്ങനെ ഒരു പേര് തന്നെ കിട്ടിയത്. കായംകുളത്ത് വിജയം മാഷ് എന്ന് പറഞ്ഞൊരു സാറാണ് എന്നെ ഹാർമോണിയം പഠിപ്പിച്ചത്. അപ്പം ഈ കായംകുളം ബാബു ആ ഒരു പേര് ആക്ച്വലി ആരാണ് ഇട്ടത്? കായംകുളം എനിക്ക് ഏറ്റവും വലിയ കടപ്പാടെന്ന് പറഞ്ഞാൽ കായംകുളം പ്രൈവറ്റ് ബസ് ജീവനക്കാരോടാണ്, സ്വകാര്യ ബസ് തൊഴിലാളികളോട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഒരു അടിസ്ഥാനം, ഏറ്റവും സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞത് കായംകുളത്തുള്ള ജനങ്ങളിലൂടെയാണ്. കായംകുളം പ്രൈവറ്റ് സ്റ്റാൻഡിൽ മറ്റേ ഫ്രൂട്ട്സ് കച്ചവടക്കാരാകട്ടെ, അതല്ലെങ്കിൽ അവിടുത്തെ സുമയാസ് എന്ന് പറഞ്ഞ, പിന്നെ സ്റ്റാൻഡിനകത്തുള്ള കാസ്ട്രോൾ സൂപ്പർ ഡീലക്സ് എന്ന് പറഞ്ഞൊരു കടയുണ്ട്, അവിടെയൊക്കെ. പിന്നെ അതുപോലെ മെട്രോ സൗണ്ട്,
പിന്നെ അതുപോലെ തന്നെ ഒരു രാജ ഇലക്ട്രോണിക്സ്, അവിടേക്ക് എന്ന് പറഞ്ഞാൽ പാട്ടുകൾ വെച്ച് എന്നെ കേൾപ്പിക്കാനും പുതിയ പുതിയ പാട്ടുകളൊക്കെ വരുമ്പം മെട്രോ സൗണ്ടിൽ എന്നെ വെച്ച് കേൾപ്പിക്കുവാനും, അപ്പോഴത് ഞാൻ അന്ന് ബസ്സിലൊക്കെ പാടുകയും, അപ്പോൾ അന്നൊന്നും കായംകുളം ബാബു എന്നുള്ള പേര് ഞാൻ സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ എനിക്കൊരു ജീവിത സാഹചര്യം വന്നപ്പോൾ ഞാൻ സ്വയം തിരഞ്ഞെടുത്ത ഒരു പേരാണ് കായംകുളം ബാബു. എൻ്റെ പേരിനേക്കാളും എനിക്ക് സ്ഥലപ്പേരാണ് മുന്നിൽ നിൽക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ച്. കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്ത് എനിക്ക് സംഭവിച്ചാലും ഒരു ഉയർച്ച സംഭവിക്കുകയാണെങ്കിൽ അതിന് കായംകുളം തന്നെ ദൃക്സാക്ഷിയാകണമെന്ന് എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതാണ് കായംകുളം ബാബു എന്നുള്ള. പിന്നെ അത് മാത്രമല്ല, കായംകുളത്താണ് എനിക്ക് ആദ്യ വേദി തന്നെ. അത് ഒരുപാട് ഗാനഗന്ധർവൻ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് കായംകുളത്ത് വെച്ചാണ്. പ്രൊഫസർ വി മധുസൂദൻ നായർ സാറിന് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് കായംകുളത്ത് വെച്ചാണ്. അങ്ങനെ ഒട്ടനവധി നിരവധി മഹത്തുക്കളെ എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത്. പിന്നെ അത് മാത്രമല്ല, സ്റ്റാർ സിംഗറിൽ ഒരു സ്ഥലപ്പേര് വെച്ചിട്ടുള്ളൊരു ഗായകൻ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് അവകാശപ്പെടുന്ന ഒരാളാണ് ഞാൻ. ആക്ച്വലി ചേട്ടൻ ഇപ്പൊ എന്താണ് ജോലി? ഞാൻ പൂർണ്ണമായിട്ടും ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേള ഞാൻ അങ്ങനെ അധികം ചെയ്യാറില്ല. ഭക്തിഗാനസുധ, സംഗീത കച്ചേരി, പിന്നെ ഗുരുദേവ പ്രഭാഷണം, ആധ്യാത്മിക പ്രഭാഷണം. ഇതിൽ പ്രഭാഷണം ചെയ്യുന്ന എനിക്ക് വളരെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് അധികം. ഞാൻ ഈ ഒരു കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജനറൽ നോളജ് ആയിട്ടും സ്പിരിച്വലായിട്ടും അറിയാൻ മനസ്സിലാവും. അതെ, ഇപ്പൊ നമ്മുടെ വീട്ടില് എത്ര പേരുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഈ ഒരു വീടിന്റെ നടത്തിപ്പും കാര്യങ്ങളും ഇതിലേക്ക് മെയിൻ വരുന്ന വരുമാനം ഒക്കെ എങ്ങനെയാണ്? അതിങ്ങനെ തന്നെ പ്രോഗ്രാമിലൂടെ ഉള്ള വരുമാനം മാത്രമേ ഉള്ളൂ, എന്റെ വരുമാനം മാത്രമേ ഉള്ളൂ, അല്ലാതെ മറ്റ് ഒരു വരുമാനമില്ല. അപ്പൊ നമ്മുടെ വീട്ടിലെന്ന് പറയുമ്പം ആരൊക്കെയാണ്? ചേട്ടൻ, ഭാര്യ, എന്റെ 2 മക്കള്. മൂത്ത മോളുടെ പേര് സായി പ്രിയ, ഇളയ മോളുടെ പേര് സായി ലക്ഷ്മി. ഞാനേ ആക്ച്വലി ഇവിടെ വരുമ്പം നമ്മളെ ഇദ്ദേഹത്തെ കാണണം അങ്ങനെ ഒരുപാട് ആഗ്രഹത്തിലാണ് വന്നത്. പക്ഷെ ഇത്രയും എന്താ പറയാ വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കുക എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് നമ്മളിപ്പോ സാധാ കാണുന്ന മനുഷ്യന്മാരായാലും ഒരുപാട് കാര്യങ്ങൾ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ബാബുചേട്ടൻ ഭയങ്കര കൂളാണ്, ഭയങ്കര ടെൻഷൻ ഇല്ലാതെ ലൈഫ് അല്ല അത്രയും പോസിറ്റീവായിട്ടാണ് കൊണ്ടു നടക്കുന്നത്. എന്നെ പോലുള്ളവർ, കാഴ്ചയില്ലാത്തവർക്ക് പൊതുവെ എല്ലാവരും അല്ല, എൻ്റെ അഭിപ്രായത്തിൽ ഒരു 75% അല്ലെങ്കിൽ 90 എന്ന് പറയാം. കാര്യം എനിക്ക് പല ആളുകളുമായിട്ട് എനിക്ക് സഹകരണമുണ്ട്. ഭൂരിഭാഗം ആളുകൾക്കും ഒരു അപകർഷതാബോധമുണ്ട്. എന്താണ്, ഞാൻ ഇങ്ങനെ ആയിപ്പോയാലും എന്നെ ആരും അംഗീകരിക്കുന്നില്ല. പക്ഷെ നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇപ്പം പൂജ എന്ന് പറഞ്ഞ വ്യക്തിയോട് ഞാൻ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അതുപോലെയാണ് തിരിച്ച് എന്നോട് ബിഹേവ് ചെയ്യുന്നത്. പിന്നെ പലരും കാഴ്ചയില്ലാത്തവർ പറയുന്നൊരു വാക്കുണ്ട്, ഞാനതിന് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല. കാര്യം ഞങ്ങൾക്ക് സഹതാപം വേണ്ട, പരിഗണന വേണം എന്ന് പറയും. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങനല്ല, സഹതാപവും പരിഗണനയും വേണം. ഞാനിപ്പോ ഒരു സ്ട്രീറ്റ് സിംഗർ ആണെന്ന് ഇരിക്കട്ടെ, മൈക്ക് വെച്ച് കറണ്ട് മൈക്ക് കൊണ്ട് പാടുന്ന ഒരാളാണ്. ഞാനൊരു കടയിൽ ചെന്ന് കറണ്ട് ചോദിക്കുകയാണ്. അപ്പോഴാ കറണ്ട് തരുന്നത് ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ ഒരു പൊസിഷൻ ഐഡിയ സ്റ്റാർ സിംഗർ ആയതുകൊണ്ട് ഞാനിപ്പോ ഇത് അന്ന് ആ ഒരു നിലവിലാണെങ്കിൽ, ഇന്ന് ഞാൻ ഒരു തെരുവ് ഗായകനായിരുന്നെങ്കിൽ ഇന്ന് അവിടെ ചെല്ലുമ്പോൾ ആ കടയിലെ വ്യക്തി എനിക്ക് കറണ്ട് തരണമെന്നുണ്ടെങ്കിൽ അത് എന്നോടുള്ള പരിഗണനയല്ല, എന്നോടുള്ള സഹതാപമാണ്. ഫണ്ണായിട്ട് ചോദിക്കാൻ വേണ്ടി ചോദിക്കുകയാണ്. അതായത് ഇപ്പം സിനിമ കേൾക്കാറുണ്ടോ? നമ്മളിപ്പോ സിനിമ കാണാറുണ്ടോ എന്ന് ചോദിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഒരു 2000-2001 വരെയൊക്കെ ഏകദേശം മലയാള സിനിമയ്ക്കെല്ലാം ഞാൻ ഇവിടെ നോക്കി. ഇവിടെ കായംകുളത്ത് 4 തിയേറ്റർ ഉണ്ടായിരുന്നു. ഈ 4 തിയേറ്ററിൽ മലയാള സിനിമ വരെ ഞാൻ പോയി പടം കേൾക്കാറുണ്ട്. ഇഷ്ടപ്പെട്ട ഒരു നടനോ നടിയോ ഉണ്ടോ? അത് പറയാതിരിക്കാൻ നിർവാഹമല്ല, വിവാദമായാലും അല്ലെങ്കിൽ എനിക്കത് വിഷയമല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ നടീനടന്മാരെ ഇഷ്ടമാണ്. പക്ഷെ എങ്കിലും ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ നടീനടന്മാരിൽ സൂപ്പർ മെഗാസ്റ്റാറിൽ വെച്ച് മമ്മൂക്കയാണ് ഇഷ്ടല്ലേ? മമ്മൂക്കയുടെ ആ സൗണ്ടും ഇതൊക്കെ കേട്ടങ്ങ്. അതെ, അത് മാത്രമല്ല ഗാംഭീര്യമായിട്ടുള്ള ശബ്ദം. അദ്ദേഹം വരുമ്പോൾ കാഴ്ചക്കാർക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞില്ല, എൻ്റെ ഒരു കാഴ്ചപ്പാട് ഒരു കഥാപാത്രം വരുന്ന ഫീലല്ല. അത് കഥാപാത്രം എന്ന് പറഞ്ഞാൽ ഒരു കഥാപാത്രം വരികയാണ്, ഒരു ആക്ടറായിട്ടുള്ള ഒരു വ്യക്തി വരുന്നതല്ല, ഒരു കഥാപാത്രം തന്നെ വരികയാണ്. വരും. അതിപ്പം ഏത് പടമാണ്, നമ്മളിപ്പം അമരമായിരുന്നാലും ദിക്കിങ് ആയിരുന്നാലും ഹിറ്റ്ലർ ആയിരുന്നാലും വ്യത്യസ്തമായിട്ടുള്ള. ഏറ്റവും അവസാനം കണ്ട പടം ഏതാ? മറ്റേ കണ്ണൂർ സ്ക്വാഡ്. അതാണ്. ഇപ്പൊ മമ്മൂക്കയാണ് ഇഷ്ടാന്ന് പറഞ്ഞല്ലോ. മമ്മൂക്കയുടെ പറ്റി ഉള്ളിൽ ഒരു രൂപം ഉണ്ടാവുമല്ലോ. മമ്മൂക്ക എന്ന് പറയുമ്പോ ഒരു നല്ല ഗ്ലാമർ ആണ്. എത്ര അതായത് ഇപ്പൊ 69-70 വയസ്സുണ്ട്. പക്ഷെ ഇപ്പോഴും എന്റെ മനസ്സിൽ ഒരു 30-35 വയസ്സാണ്. നമുക്ക് എല്ലാവർക്കും ഒക്കെ ആളെ കാണുമ്പോ അതാണ് എന്റെ എത്ര ഹൈറ്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ മമ്മൂക്കയെ ഞാൻ വിചാരിച്ച നല്ല വണ്ണവും
കുറച്ച്. പക്ഷെ ഞാൻ മമ്മൂക്കയുടെ കൈക്കൊക്കെ പിടിച്ചു നോക്കിയപ്പോൾ നമുക്ക് നേരിട്ട് കണ്ടിട്ടുണ്ട്. ഉണ്ട്. അത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? ഈ എറണാകുളത്ത് വെച്ച് കൊച്ചി അവിടെ ഈ ഉജാല ഫിലിം ഫെസ്റ്റിന് ഐഡിയ സ്റ്റാർ സിംഗറിന്റെ അപ്പൊ ഞാൻ കൈയൊക്കെ പിടിച്ചു. അന്നേരം പക്ഷെ എനിക്ക് അത്രയും വണ്ണം ഒന്നും ഫീൽ ചെയ്തില്ല. എന്നാൽ സ്കെൽറ്റും അല്ല, ഒരു ആവറേജ് ശരീരമാണ്. അതെ. എനിക്ക് ഒരു കാര്യം കൂടെ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് ചോദിക്കുകയാണ്, എനിക്ക് ആകാംക്ഷയോടെ ഞാൻ ചോദിക്കുകയാണ്. അതായത് ഇപ്പൊ ചേട്ടന് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ചേട്ടൻ ചിലപ്പോ ഫീൽ ചെയ്തതോ അല്ലെങ്കിൽ ചേട്ടന്റെ ഉൾക്കാഴ്ചയിൽ കണ്ട ഒരു കാഴ്ച എന്തായിരിക്കും ചോദിച്ചാൽ എന്താണ്? എന്റെ ഉൾക്കാഴ്ചയിൽ കണ്ടൊരു കാര്യം പറഞ്ഞാൽ മഹാഗുരു തന്നെയാണ്, ശ്രീനാരായണ ഗുരുവാണ്. എനിക്ക് കാഴ്ച വേണ്ട എന്നുള്ള ആഗ്രഹമാണ് എനിക്ക്. അതിന് കാരണമുണ്ട്. കാഴ്ച വേണ്ട എന്നുള്ളത്. അത് ഇതിനെപ്പറ്റി ഒരുപാട് വിവാദം ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇന്ന് കണ്ണുണ്ടായിട്ട് കണ്ണിന്റെ കാഴ്ച അറിയാത്തവരാണ് പലരും. പക്ഷേ എനിക്ക് കാഴ്ച കിട്ടണമെന്ന് ആഗ്രഹം വരും. എങ്ങനെയാണെന്ന് അറിയാമോ? ഇപ്പൊ ഇവരുടെ ആരുടെയും സഹകരണമില്ലാതെ പൂജ എന്ന് പറയുന്ന ഈ വ്യക്തിക്ക് ഒരൊറ്റ വ്യക്തിയുടെ സഹായമില്ലാതെ പാതിരാത്രിയിൽ ഏത് സ്ഥലത്തും ഒരു അറ്റാക്കും ഇല്ലാതെ മറ്റാരുടെയും ശല്യമില്ലാതെ പോകാൻ കഴിയുന്ന ഒരു ലോകം എന്നുണ്ടാകുന്നു. അന്ന് മതി എനിക്ക് കാഴ്ച എന്നുള്ള ധാരണയാണ് എനിക്കുള്ളത്. ഇതില് കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ആക്ച്വലി ഇവിടെ വന്നിട്ട് ഞാൻ ഒരുപാട് പാട്ട് കേൾക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാനുമാണ് വന്നത്. ഇതെല്ലാം എനിക്ക് ഇവിടെ നടത്താൻ പറ്റി. ഒരുപാട് സന്തോഷം, മനസ്സ് നിറഞ്ഞ സന്തോഷം. കാരണം ഇത്രയും എന്താ പറയാ, ടെൻഷൻ ഇല്ലാതെ കൂളായി പോസിറ്റീവായി. എല്ലാവരും പറയും ഞാൻ ഭയങ്കര പോസിറ്റീവാണ്, പക്ഷെ ഉള്ളിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ടാവും. പക്ഷെ ചേട്ടന് അങ്ങനെയല്ല. ചേട്ടൻ ഭയങ്കര പ്യോർ ആയിട്ടുള്ള ഒരാളെ കാണാൻ പറ്റി. അതിന് എന്റെ ജീവിതത്തില് ഒരു സമയത്ത് ഞാൻ പറഞ്ഞൊരു വാക്കാണ്, ശപിക്കപ്പെട്ട ജന്മമായിരുന്നു എന്റേത്. ഞാൻ ഒരു അനാഥത്വം നിറഞ്ഞൊരു ജന്മം. പക്ഷേ ഇന്ന് ഞാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ജന്തുന നരജന്മ ദുർലഭം. ജന്മങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമാണ് മനുഷ്യജന്മം. അനാഥനായ എന്നെ സനാഥനാക്കി ഭഗവാൻ ശ്രീ സത്യസായി ബാബ, അതുപോലെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങള് എന്നെ ആത്മീയമായിട്ട് ഉണർവ് നൽകി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതാണ് എന്റെ പോസിറ്റീവ് എനർജി, പോസിറ്റീവ് വൈബ്. ഇപ്പോ ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ നമ്മുടെ ഇന്റർവ്യൂ അവസാനിക്കാൻ പോവാണ്. അപ്പൊ അതിന്റെ ഒരു വൈൻഡപ്പ് ആയിട്ട് നമുക്കൊരു പാട്ടും കൂടെ പാടി നമുക്കിത് ഇതാക്കാം. മാധവി മധുമാലതി പ്രേമ സങ്കൽപ്പ നന്ദന വിഹാരിണി. മാധവി മധുമാലതി പ്രേമ സങ്കൽപ്പ നന്ദന വിഹാരിണി. മാധവി പൂമേനി തീർത്തത് ഗോമേതകം, നിൻ പൂങ്കവിളിൽ പതിച്ചത് പുഷ്യരാഗം. പൂമേനി തീർത്തത് ഗോമേതകം, നിൻ പൂങ്കവിളിൽ പതിച്ചത് പുഷ്യരാഗം. സുന്ദരനയനം ഇന്ദ്രനീലം, നിന്റെ മന്ദഹാസമോ മണിപ്പവിഴം. മാധവി. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. DG ഫ്രഷ്മാറ്റിക് ലിക്വിഡ് ഡിറ്റർജന്റ് ഒരൊറ്റ കപ്പിൽ അഴുക്കിനെ അലിയിച്ച് കളയുന്ന DJ യുവർ 1 കപ്പ് മാജിക്.